വെള്ളപ്പക്കടയിൽ വെള്ളപ്പടിക്കുന്ന ടീം അടിച്ചിരിക്കുന്ന പരിപാടിയല്ല, അത് കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. ഡോപ്പ ട്രയോ. നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നത് നമ്മുടെ പാരൻസിൻ്റെ അടുത്തു നിന്നായിരിക്കും. അപ്പം നമ്മളെ പാരൻസിന് മനസ്സിലാവണം നമ്മൾ ഈ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. പ്രാഞ്ചേട്ടൻ പടത്തിൽ ഇന്നസെൻറ്റേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വെള്ളപ്പക്കടയിൽ വെള്ളപ്പടിക്കുന്ന ടീം അടിച്ചിരിക്കുന്ന പരിപാടിയല്ല, അത് കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാട് നമ്മളെ പാരൻസും കൂടി മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഡോപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡോപ്പ ട്രയോ. മെൻറ്റേഴ്സ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും ആൻഡ് സ്റ്റുഡൻസും ഉണ്ടാവും. ആൻഡ് ഈ മെൻറ്റേഴ്സാണ് പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഹൗ ഡിഫിക്കൽട്ട് ഈസ് നീറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്. ആൻഡ് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സപ്പോർട്ട്സ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മുടെ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ഈ ഡോട്ട് എന്നുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ് എന്നായിരുന്നു. വീട്ടിൽ വെച്ചിട്ട് ഡോപ്പയുടെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് പാരൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പാരൻസ് 3 hours ഈ കുട്ടികളെ എടുത്തിരുന്നിട്ട് ഇതിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് നടത്തിയപ്പോൾ തന്നെ അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആയി. അവർക്ക് മനസ്സിലായി ഇത് എത്രത്തോളം ഡിഫിക്കൽട്ട് പ്രോസസ്സാണെന്നുള്ളത്. ആൻഡ് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡോപ്പയുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്ട്രെസ് ഡൗൺ ചെയ്യുന്നത്. കാരണം കുട്ടികൾ കുറച്ചും കൂടിയും സ്ട്രെസ്സ് കുറഞ്ഞ് അവർക്ക് റിലാക്സ് ആവാം. കാരണം അവരുടെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലായി എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഈ പ്രോസസ്സ് എന്നും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. ഇത് കൂടാതെ തന്നെ പാരൻസിന് റെഗുലറായിട്ട് പാരൻസ് മീറ്റിങ്ങും അതേപോലെ തന്നെ ഒരു റിപ്പോർട്ടുകളും അതേപോലെ തന്നെ പാരൻസും സ്റ്റുഡൻസും തമ്മിലൊരു റാപ്പോ ബിൽഡിംഗ് സെഷൻസും എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് ഡോപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐക്കോണിക് സബ്ജക്റ്റാണ് ഡോപ്പ ട്രയോ എന്ന് പറയുന്നത്.